Good morning to all. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി, അതായത് ജി എസ് ടിയുടെ അകത്ത് നികുതി അടയ്ക്കേണ്ട ഒരു വ്യക്തി നിലനിൽക്കുന്നത് നികുതി ബാധിത പ്രദേശ മേഖലയിൽ ആണോ അല്ലെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശ മേഖലയിൽ ഉൾപ്പെട്ട വ്യക്തിയാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതാണ് എ പേഴ്സൺ ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൂടി കൊടുത്തിരിക്കുന്നത്. എ പേഴ്സൺ റിസീവിംഗ് services shall be deemed to be located in the taxable territory if any two of the following conditions are satisfied. ജി എസ് ടി എന്ന ടാക്സേഷത്തിൽ ഇനി പറയുന്ന വ്യവസ്ഥകളിൽ ഏതെങ്കിലും രണ്ട് വ്യവസ്ഥകൾ തൃപ്തികരമാണെങ്കിൽ നികുതി ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തി നികുതി ബാധിത പ്രദേശ മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷനുകളിൽ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ് ഈ ഒരു നികുതി ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തി പാലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശ മേഖലകളിൽ ഉൾപ്പെട്ടേക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് പറയുവാൻ പറ്റും. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് ദ ലൊക്കേഷൻ ഓഫ് അഡ്രസ് ഈസ് പ്രസൻറ്റഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് ത്രൂ ഇൻ്റർനെറ്റ് ഈസ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. അതായത് ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന ടാക്സബിൾ പേഴ്സൺ ആ സേവനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും നികുതി മേഖലകളിൽ ഉൾപ്പെട്ട പ്രദേശത്ത് വരുന്നതാണെങ്കിൽ അദ്ദേഹം ടാക്സബിൾ ടെറിട്ടറി ലൊക്കേഷനിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി ആ സേവനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന അഡ്രസ്സ് നികുതി മേഖലകളിൽ ഉൾപ്പെട്ട പ്രദേശത്ത് വരുന്നതാണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശ മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയുവാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ദ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്റ്റോർ വാല്യൂ കാർഡ്, ചാർജ് കാർഡ്, സ്മാർട്ട് കാർഡ് ഓർ എനി അതർ കാർഡ് ബൈ വിച്ച് ദ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് മേക്ക് പേയ്മെൻറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് പേയ്മെൻറ്റ് നടത്താനായി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, സ്റ്റാർ വാല്യൂ കാർഡ്, ചാർജ് കാർഡ് എന്നിവ ഇഷ്യൂ ചെയ്ത് നൽകിയിരിക്കുന്നത് ടാക്സബിൾ ടെറിട്ടറി മേഖലയിൽ ആണെങ്കിൽ ആ റെസിപ്പിയൻ്റ് നികുതി ബാധിത മേഖലയിൽ താമസിക്കുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് ടാക്സ് ചുമത്തപ്പെട്ടിരിക്കുന്ന നികുതി ചുമത്തപ്പെട്ടിരിക്കുന്ന ടാക്സബിൾ പേഴ്സൺ സേവനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, സ്റ്റാർ വാല്യൂ കാർഡ്, ചാർജ് കാർഡ് എന്നിവ ഇഷ്യൂ ചെയ്ത് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ടാക്സബിൾ ടെറിട്ടറി മേഖലയിൽ നിന്നാണെങ്കിൽ അത് ആ റെസിപ്പിയൻ്റ് നികുതി ബാധിത മേഖലയിൽ താമസിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബില്ലിംഗ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. അതായത് സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് അദ്ദേഹം നൽകിയിരിക്കുന്ന ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് ടാക്സിബിൾ ടെറിട്ടറി അഥവാ നികുതി ബാധിത പ്രദേശത്ത് ഉള്ള അഡ്രസ്സ് ആണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിച്ചിട്ട് പൈസ കൊടുക്കുവാനായിട്ട് ആ സേവനങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് നൽകുന്ന ബില്ലിംഗ് അഡ്രസ്സ് അദ്ദേഹം കൊടുക്കുന്ന ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശത്തിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ബില്ല് സ്വീകരിക്കുന്ന സ്വീകർത്താവ് നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സേവനങ്ങൾ സ്വീകരിക്കുന്ന നികുതി ചുമത്തപ്പെട്ടിരിക്കുന്ന ടാക്സബിൾ പേഴ്സൺ അദ്ദേഹം നൽകിയിരിക്കുന്ന ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ടാക്സബിൾ ടെറിട്ടറി മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഡ്രസ്സ് ആണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനി അടുത്തൊരു കാര്യമാണ് ദ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഓഫ് ദി ഡിവൈസ് ഈസ് യൂസ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് ഈസ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് അഥവാ ടാക്സബിൾ പേഴ്സൺ ഇൻ്റർനെറ്റ് സേവനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് അഥവാ IP അഡ്രസ്സ് നികുതി ബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ട വ്യക്തിയായിരിക്കും. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് ആ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന IP അഡ്രസ്സ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ, അഡ്രസ്സ് ഏതെങ്കിലും നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ആ അഡ്രസ്സിലുള്ള ആ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് ടാക്സിബിൾ ടെറിട്ടറി ലൊക്കേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യമാണ്, ദ ബാങ്ക് ത്രൂ വിച്ച് ദ റിസിപ്പിയൻറ്റ് ഓഫ് ദി സർവീസ് മേക്ക് പേയ്മെൻറ്റ്സ് ഈസ് ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി. ബാങ്കിങ് സേവനങ്ങൾ സ്വീകരിക്കുന്ന ടാക്സിബിൾ പേഴ്സൺ അഥവാ സ്വീകർത്താവ് പണമടയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന ബാങ്ക് നികുതി ബാധിത പ്രദേശത്ത് ആണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് പണമടയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന ബാങ്കുകൾ നികുതി ബാധിത പ്രദേശത്താണെങ്കിൽ അദ്ദേഹം നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കൺട്രി കോഡ് ഓഫ് ദി സിം കാർഡ് യൂസ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് സർവീസ് ഓഫ് ദി ടാക്സിബിൾ ടെറിട്ടറി. അതായത് മൊബൈൽ ഫോൺ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സിമ്മിൻ്റെ കൺട്രി കോഡ് ഏതെങ്കിലും നികുതിബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അദ്ദേഹം നികുതിബാധിത പ്രദേശത്തെ വ്യക്തിയായിരിക്കും. അതായത് മൊബൈൽ ഫോണിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സിമ്മിൻ്റെ കൺട്രി കോഡ് എന്ന് പറയുന്നത് നികുതിബാധിത പ്രദേശത്ത് ആ കൺട്രി കോഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും നികുതിബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അദ്ദേഹം നികുതിബാധിത പ്രദേശത്തെ ഉൾപ്പെട്ടിരിക്കുന്ന ടാക്സിബിൾ പേഴ്സൺ ആണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലൊക്കേഷൻ ഓഫ് ദി ഫിക്സഡ് ലാൻഡ് ത്രൂ വിച്ച് ദ സർവീസ് ഈസ് റിസീവ്ഡ് ബൈ ദ റിസീപ്പിയൻ ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി. അതായത് ലാൻഡ് ലൈൻ സേവനങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താവിൻ്റെ അഡ്രസ്സ് നികുതിബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം നികുതിബാധിത മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകളിൽ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ അകത്ത് നികുതി അടയ്ക്കുന്ന വ്യക്തികൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു നികുതി ബാധിത പ്രദേശത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എ പേഴ്സൺ ഡീംഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സിബിൾ ടെറിട്ടറി എന്ന് നമുക്ക് പറയുവാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ്റർനെറ്റ് സേവനം സ്വീകരിക്കുന്ന വ്യക്തിയോ അല്ല എങ്കിൽ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന വ്യക്തിയോ ടാക്സ് ഉള്ള സ്ഥലത്തെ പാർട്ടിയാണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു കാര്യം അല്ല എങ്കിൽ അയാൾ എന്താണ്, ടാക്സിബിൾ പേഴ്സൺ ആണ്, അയാൾ നിൽക്കുന്നത് എന്താണ്, ടാക്സിബിൾ ടെറിട്ടറിയിലാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ല എങ്കിൽ ആ രീതിയിലുള്ള കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്താണ് പേയ്മെൻറ്റ് പർച്ചേസോ സെയിലോ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, പണപരമായിട്ട് ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അത് ആ തരത്തിൽ സേവനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തി നമ്മൾ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്താണ് അത് ഈ രീതിയിലുള്ള സേവനങ്ങൾ നൽകപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് നികുതിയുള്ള പ്രദേശത്താണ് എങ്കിൽ അയാൾ മസ്റ്റായിട്ട് എന്തടയ്ക്കണം, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ ഈ കാർഡ് ഹോൾഡറിൻ്റെ ഉടമ എന്ന് പറയുന്നത് എവിടെയാണ്, ടാക്സിബിൾ ടെറിട്ടറിയുടെ കീഴിലാണെങ്കിൽ മസ്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഏതെങ്കിലും സർവീസുകളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സർവീസ് സ്വീകരിക്കുന്ന വ്യക്തി നികുതിയുള്ള പ്രദേശത്തുള്ള വ്യക്തിയാണ് എങ്കിൽ നികുതി ഇല്ലാത്ത സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ ഇയാൾ പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നത്. സോ അയാളുടെ ബില്ലിംഗ് അഡ്രസ്സിൽ എന്തുണ്ട്, ടാക്സിബിൾ ടെറിട്ടറി അല്ലെങ്കിൽ ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് നികുതിയുള്ള സ്ഥലത്താണെങ്കിൽ മസ്റ്റായിട്ട് അയാൾ എന്തടയ്ക്കേണ്ടി വരും, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ്, ഇയാൾ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് ടാക്സ് ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ടാക്സ് ഇല്ലാത്ത സ്ഥലമാണെങ്കിലും അയാൾ മസ്റ്റായിട്ട് എന്തടയ്ക്കേണ്ടി വരും, അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അയാൾ ടാക്സിബിൾ ടെറിട്ടറിയുടെ അല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട പ്രദേശത്തെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്, പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നികുതിയുള്ള പ്രദേശത്തെ അഡ്രസ്സ് ആണെങ്കിൽ മസ്റ്റായിട്ടും ആ രീതിയിലുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയും ഗവൺമെൻറ്റിലേക്ക് എന്തടയ്ക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ ബാങ്കിങ് സർവീസുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ബാങ്കിൽ ഇരിക്കുന്ന ലൊക്കേഷൻ ഏതെങ്കിലും ടാക്സിബിൾ ടെറിട്ടറിയിൽ ആണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ സിം കാർഡ് സേവനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, അയാൾ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്, സിം കാർഡിൻ്റെ കൺട്രി കോഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ടാക്സ് ഉള്ള സ്ഥലത്തെയാണെങ്കിൽ അല്ലെങ്കിൽ ടാക്സിബിൾ ടെറിട്ടറിയിൽപ്പെട്ട ഒരു സ്ഥലത്തെയാണെങ്കിൽ മസ്റ്റായിട്ടും അയാൾ എന്തടയ്ക്കേണ്ടി വരും, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മളെന്താണ് നമ്മുടെ ലാൻഡ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ടാക്സിബിൾ അതോറിറ്റിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് എന്തടയ്ക്കേണ്ടി വരും, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇത് കൂടാതെ തന്നെ ഗവൺമെൻറ് പറഞ്ഞേക്കുവാണ്, ഇപ്പോൾ
ടാക്സ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നികുതി ഇല്ലാത്ത ഒരു സ്ഥലത്തെ പാർട്ടീസ് ബിസിനസ്സുകാർ നികുതിയുള്ള സ്ഥലത്തെ പാർട്ടിക്ക് സേവനങ്ങളോ അല്ലെങ്കിൽ ചരക്കുകളോ വിൽക്കുന്നുണ്ടെങ്കിലും അയാൾ മസ്റ്റായിട്ടും ഈ ചരക്കുകൾ വിൽക്കുന്ന ആൾ മസ്റ്റായിട്ടും എന്താണ് ചരക്കുകൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് മസ്റ്റായിട്ടും കളക്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. കാരണം എന്താണ്, നികുതി ഇല്ലാത്ത സ്ഥലത്തു നിന്നും ഗുഡ്സ് ഓർ സർവീസ് സെയിൽ ചെയ്യപ്പെടുന്ന എങ്ങോട്ടാണ്, ടാക്സ് ഉള്ള അല്ലെങ്കിൽ നികുതിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നികുതിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന കസ്റ്റമേഴ്സ് ഏതിൻ്റെ പരിധിയിൽ വരുന്നു, ടാക്സിൻ്റെ പരിധിയിൽ വരുന്നു. സോ അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് മസ്റ്റായിട്ടും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നികുതിയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നികുതിയില്ലാത്ത സ്ഥലത്ത് ഒരു ഏജൻറ്റാണ് അല്ലെങ്കിൽ ബ്രോക്കറാണ്. അയാൾ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ്, നികുതിയുള്ള ഒരു സ്ഥലത്തെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് നികുതിയുള്ള ഒരു സ്ഥലത്തെ കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ എന്താണ്, ടാക്സിബിൾ അതോറിറ്റിയുടെ കീഴിൽ വരുന്നു അല്ലെങ്കിൽ നികുതിയുള്ള പ്രദേശത്തെ പാർട്ടിയായിട്ടും ആ ഏജൻറ്റ് വർത്തിക്കുന്നുവെന്ന് പറയുന്നുണ്ട് നമ്മുടെ GST ലോയുടെ അകത്ത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജമ്മു കാശ്മീരിൻ്റെ ഉള്ളിൽ ഞാൻ കേരളത്തിലെ നികുതിയുള്ള ഒരു സ്ഥലത്തെ ഒരു കസ്റ്റമറാണ്. ഞാൻ അങ്ങ് ജമ്മു കാശ്മീരിൽ ടാക്സ് ഉള്ള ഒരു സ്ഥലത്തെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എക്കണോമിക് സോണിലുള്ള ഒരു കോൺട്രാക്ടറാണ് എനിക്ക് ഈ ജമ്മു കാശ്മീരിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് കേരളത്തിലുള്ള എനിക്ക് എത്തിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറും അതുപോലെ തന്നെ എന്താണ്, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമറായ ഞാനും നികുതിയുള്ള സ്ഥലത്താണ്. പക്ഷേ ഇത് എത്തിച്ചു തരുന്ന സേവന വിതരണക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സോ സർവീസോ സപ്ലയറുടെ അടുത്തുനിന്നും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരുന്ന സേവന വിതരണക്കാരൻ ടാക്സ് ഇല്ലാത്ത നികുതി ഇല്ലാത്തൊരു സ്ഥലത്തെ പാർട്ടിയാണ് എങ്കിലും എന്താണ്, മസ്റ്റായിട്ടും അയാൾ ഏതിൻ്റെ കീഴിൽ വരുന്നു, ടാക്സിബിൾ അതോറിറ്റിയുടെ കീഴിൽ, ടാക്സിബിൾ ടെറിട്ടറിയുടെ കീഴിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കാരണം എന്താണ്, ഇയാൾ ഏർപ്പെടുന്ന ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഇത് രണ്ടും നികുതിയുള്ള സ്ഥലത്തെ രണ്ട് പാർട്ടീസുമായിട്ടാണ് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഇടപാടുകളിലാണ് ഈ ഒരു ഏജൻറ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർത്തിക്കുന്നത്. ഈ തരത്തിലുള്ള എല്ലാ പാർട്ടീസും എന്താണ്, നികുതിയുള്ള സ്ഥലത്തെ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയായിട്ട് നമ്മുടെ GST ലോ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ടേമാണ് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ GSTയുടെ അകത്ത് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരിക്കുന്ന IGST ടാക്സ്. അത് ചില സന്ദർഭങ്ങളിൽ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ, ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ GST എന്ന് പറയുന്നത് പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് എടുക്കാം. ആ ഒരു ടേമാണ് ഇവിടെ പഠിക്കാൻ. എന്താണ്, അയാളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കേണ്ടതായിട്ട് വരില്ലേ. ഈ സന്ദർഭത്തിൽ സാധാരണ ബിസിനസ്സുകാർ GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൊക്കെ എന്താണ്, ഗവൺമെൻറ്റിലേക്ക് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ചു വെക്കുന്ന ടാക്സ് എമൗണ്ട് അവർ ഗുഡ്സ് വിറ്റതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ്. എന്നാൽ അൺരജിസ്റ്റേർഡ് പാർട്ടീസ്, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന അല്ലെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് നടത്തുന്ന അൺരജിസ്റ്റേർഡ് ബിസിനസ്സുകാരാണെങ്കിൽ, GST രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് ബിസിനസ്സുകാരാണെങ്കിൽ എന്താണ്, അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഗവൺമെൻറ്റിലേക്ക് ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ എന്താണ്, ടാക്സ് എമൗണ്ട് അടച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഇവർ അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് എന്താണ്, ഇവരിങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് വിൽക്കുന്ന ഗുഡ്സ് വിൽക്കാന്ന് കരുതി ഈ പർച്ചേസ് ചെയ്തേക്കുന്ന ഗുഡ്സ് ഇവരെന്താണ്, കസ്റ്റമേഴ്സിന് വിൽക്കുകയാണ്. പക്ഷേ എന്താണ്, ഇവർ GST രജിസ്റ്റർ ചെയ്യാത്തൊരു പാർട്ടി ആയതുകൊണ്ട് ആകെ ഗുഡ്സിൻ്റെ വില മാത്രമേ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ രീതിയിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് പൂർണ്ണമായിട്ടും അധികാരമാർക്കാണ്, അത് നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അത് ആർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അത് ബിസിനസ്സുകാർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ്, ഗവൺമെൻറ് കസ്റ്റമേഴ്സിന് ഈ ടാക്സ് പേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഈ തരത്തിലുള്ള ടാക്സ് പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിന് ആർക്കാണ് അധികാരം, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അധികാരം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ടാക്സ് അണ്ടർ ദ സെക്ഷൻ 10 ഓഫ് ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട്
ടാക്സ് ആക്ട്, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിലെ സെക്ഷൻ 10 പ്രകാരം ഏതെങ്കിലും രീതിയിൽ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന കോമ്പോസിറ്റ് ടാക്സിന് ആർക്ക് അധികാരമില്ല? അത് ആ രീതിയിൽ രജിസ്റ്റേർഡ് പാർട്ടി അവരടയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് അയാൾ തന്നെ അയാൾക്കല്ല അധികാരം, പിന്നെ അത് ഗവൺമെൻറ് തന്നെയാണ് അധികാരം. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ് ഒരിക്കലും ആ ബിസിനസ്സുകാരന് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ വെയർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് എലിജിബിൾ. ഇനി അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചിലപ്പോൾ രജിസ്റ്റേർഡ് ബിസിനസ്സുകാർ നടത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള പർച്ചേസോ സെയിലോ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിലുള്ള പർച്ചേസോ ഈ രീതിയിലുള്ള സെയിലോ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇവർ ഈ രീതിയിലുള്ള പർച്ചേസ് വഴി നടത്തുന്ന ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു പാവം ബിസിനസ്സുകാരനാണ്. ഞാൻ എന്താണ് അങ്ങ് കർണാടകയിൽ നിന്ന് ഒരു കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അത് ഞാൻ വേറെ ഏതെങ്കിലും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിറ്റു. ഞാൻ കർണാടകയിൽ നിന്ന് ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചു. എന്നോട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ ഗുഡ്സ് നീ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതിന് എന്തില്ല, നിനക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അല്ല എങ്കിൽ ഈ രീതിയിൽ പർച്ചേസ് ചെയ്ത ഒരു കാര്യം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നിനക്ക് ഈ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും, ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് തന്നെ എന്താണ് സ്വന്തം അവകാശമാക്കി മാറ്റുമെന്നാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് അത് സ്വന്തമായിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ചില രീതിയിൽ അന്തർ സംസ്ഥാന സപ്ലൈ നടത്തുന്ന ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സപ്ലൈസിൽ എന്തില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ നമ്മുടെ ടാക്സ് പേയേഴ്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഏതൊരു ടാക്സ് എമൗണ്ടും ആർക്ക് അധികാരപ്പെട്ടതായിരിക്കും, ഗവൺമെൻറ് മാത്രം അധികാരപ്പെട്ടതായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ്, ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ മെയ്ഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഡസ് നോട്ട് അവൈലബിൾ ഓഫ് ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്തിൻ സ്പെസിഫൈഡ് പീരീഡ് ദസ് റിമൈനിങ് ഇൻ ദി ഇൻ്റഗ്രേറ്റഡ് ടാക്സ് അക്കൗണ്ട് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ഡ്യൂ ഡേറ്റ് ഫോർ ഫർണിഷിംഗ് ആനുവൽ റിട്ടേൺ. അതായത് നമുക്കറിയാലോ, നമുക്ക് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് ഇപ്പം ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഞാൻ അതിന് 10 രൂപ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചു. അടച്ചത് ജൂൺ 1-ാം തീയതിയാണ്. ജൂൺ 1-ാം തീയതിയാണ് ഈ 10 രൂപ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചത്. ഇത് ഞാൻ ഈ ഗുഡ്സ് ഞാൻ ഇനി കസ്റ്റമേഴ്സിന് വിറ്റു. അതിനുശേഷം ഞാൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ജൂൺ 1-ാം തീയതി അടച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ ഗവൺമെൻറ് ഉള്ളിൽ നിന്നും ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ അതെൻ്റെ അക്കൗണ്ടിൽ കാണും. പക്ഷേ ഒരു കൊല്ലത്തിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഈ കൊല്ലം ഈ ജൂൺ 1-ാം തീയതി 2020 ഇത് അടച്ചു വെച്ചേക്കുന്നതെങ്കിൽ ഞാൻ ഏപ്രിൽ മാസം എന്ത് ചെയ്യും, ഞാൻ ഗവൺമെൻറ്റിലേക്ക് എൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യും. അതിനുശേഷം അടുത്ത കൊല്ലം ജൂൺ 1-ാം തീയതിക്ക് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഇത് ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന, അതായത് അന്തർ സംസ്ഥാന ട്രേഡോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പർച്ചേസോ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു നമ്മൾ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസാണ് നടത്തുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്ന ടാക്സ് എമൗണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ക്ലെയിം ചെയ്തെടുത്തില്ല എങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തില്ല എങ്കിൽ ഒരു കൊല്ലത്തിന് ശേഷം അത് നമ്മുടെ അക്കൗണ്ടിൽ കാണും. അത് പിന്നീടുള്ള അധികാരം ആർക്കാണ്, ഗവൺമെൻറ്റിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും അവൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്ന ടാക്സ് എമൗണ്ട് എന്നടച്ചു അന്ന് തൊട്ട് ഒരു കൊല്ലം വരെ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു കൊല്ലത്തിന് ശേഷം 10 ഓഫ് ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് നമ്മൾ ഒരു രജിസ്റ്റേർഡ് പാർട്ടി ആയിക്കോട്ടെ അൺരജിസ്റ്റേർഡ് പാർട്ടി ആയിക്കോട്ടെ അവർ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ടാക്സ് ആണ്. അത് നമ്മുടെ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിലെ സെക്ഷൻ 10 പ്രകാരമാണ് അടയ്ക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഇവർ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സിന് എന്തില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇങ്ങനെ ഇവർ പേ ചെയ്യുന്ന ടാക്സ് രജിസ്റ്റേർഡ് പാർട്ടി ആയിക്കോട്ടെ അൺരജിസ്റ്റേർഡ് പാർട്ടി ആയിക്കോട്ടെ ഇവർ ഇങ്ങനെ പേ ചെയ്യുന്ന IGST ടാക്സ് എമൗണ്ട് ആർക്ക് മാത്രം സ്വന്തമാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം സ്വന്തമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ,
in respect of import of goods or service both where the registered person not eligible for input tax credit എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതായത് ഗുഡ്സോ സർവീസോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് ഏതെങ്കിലും രജിസ്റ്റേർഡ് ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ ഈ വിദേശ രാജ്യത്ത് നിന്ന് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് എന്തിൻ്റെ റൈറ്റ് ഇല്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഈ വഴി ഇവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് ആർക്കാണ് അധികാരം? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അധികാരം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തു നിന്നും കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ഗവൺമെൻറ്റിലേക്ക് ഞാൻ അടച്ചു വെക്കണം? ഞാൻ IGST എന്ന് പറയുന്ന ടാക്സും ബേസിക് കസ്റ്റം ഡ്യൂട്ടി അടച്ചു വെക്കണം. പക്ഷേ എനിക്ക് അതിന് എന്ത് ചെയ്യാനും പറ്റില്ല. ഞാൻ രജിസ്റ്റേർഡ് റെഗുലർ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഈ രീതിയിൽ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇമ്പോർട്ട് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടും ആർക്കായിരിക്കും അധികാരം? അത് ഗവൺമെൻറ്റിനായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും അധികാരം. സെൻട്രൽ ടൈമാണ് ഇൻ റെസ്പെക്ട് ഓഫ് ഇമ്പോർട്ട് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് മെയ്ഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഡസ് നോട്ട് അവൈലബിൾ ഓഫ് ക്രെഡിറ്റ് വിത്തിൻ സ്പെസിഫൈഡ് പീരിയഡ് ദസ് റിമെയിൻ ഇൻ ദി ഇൻ്റഗ്രേറ്റഡ് ടാക്സ് അക്കൗണ്ട് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ഡ്യൂ ഡേറ്റ് ഫർണിഷിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ. എന്നാൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമെങ്കിൽ അയാൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എന്താണ്, ആ സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ എന്നാണോ അയാൾ പർച്ചേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത്, അന്ന് തൊട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അയാൾ ഗവൺമെൻറ്റിലേക്ക് ഈ ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട് എന്ത് ഫയൽ ചെയ്തിട്ടുണ്ടാകണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇല്ല എങ്കിൽ ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇയാൾ ഈ പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇമ്പോർട്ട് പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അത് കിട്ടുകയില്ല. കാരണം അതിനുള്ള അധികാരം ആർക്കായിരിക്കും? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, കാരണം ഏതൊരു പർച്ചേസും ആയിക്കോട്ടെ അതുവഴി ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് നടത്തി അല്ലെങ്കിൽ ഹോം സ്റ്റേറ്റ് പർച്ചേസ് നടത്തി. ഇതുവഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് എന്തിനുള്ള അർഹതയുണ്ട്? ആ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയുള്ള എമൗണ്ടാണ്. ഞാൻ എന്നാണോ ഈ പർച്ചേസ് ചെയ്തേക്കുന്ന ഗുഡ്സ് കസ്റ്റമേഴ്സിനെ വിൽക്കുന്നത്, കസ്റ്റമേഴ്സിന് വിറ്റിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്താണ്, ഞാൻ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യും. അപ്പോൾ എന്താണ്, ഞാൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സും കളക്ട് ചെയ്ത ടാക്സും തമ്മിൽ എന്ത് ചെയ്യും, ക്ലെയിം ചെയ്യും. പക്ഷേ ഞാൻ ക്ലെയിം ചെയ്യുന്നത് എത്ര ദിവസത്തിനുള്ളിൽ വേണം? 365 ദിവസത്തിനുള്ളിൽ വേണം. അതായത് പർച്ചേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് എന്നോ ആണോ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച ഡേറ്റ്, അന്ന് മുതൽ 365 ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ഈ ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുത്തിട്ടുണ്ടാകണം. ഇല്ല എങ്കിൽ ഇത് എൻ്റെ അക്കൗണ്ടിൽ തന്നെ തുടരും. അത് ഏതൊക്കെ അതോറിറ്റിക്കാണോ അധികാരമുള്ളത് അവർ അതെന്ത് ചെയ്യും, വിഭജിച്ചെടുക്കുകയും ചെയ്യും. ഒരു കൊല്ലത്തിന് ശേഷം അതോറിറ്റീസിനാണോ അധികാരമുള്ളത് അവർക്ക് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആ ടാക്സ് എമൗണ്ടിൻ്റെ തുല്യമായ പോർഷൻസ് അർഹതപ്പെട്ട അതോറിറ്റീസിന് ഗവൺമെൻറ് എന്താണ് തുല്യമായി വീതം വെച്ച് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്താണ് തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു. ഈ ഗുഡ്സ് ഞാൻ കസ്റ്റമേഴ്സിന് വിറ്റു, ടാക്സ് ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്തില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ച ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്? IGST അല്ലേ? ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്ന ഈ IGST ടാക്സ് എമൗണ്ട് ഒരു കൊല്ലത്തിന് ശേഷവും ഞാൻ ഉപയോഗിച്ചില്ല എങ്കിൽ, ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന ടാക്സും സെയിൽ വഴി കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തില്ല എങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ടാക്സ് എമൗണ്ട് ആരെടുക്കും? സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. ഈ 10 രൂപ ഈ 10 രൂപയിൽ ഏത് സ്റ്റേറ്റിനാണോ ഇത് അർഹതപ്പെട്ടത്, ഇത് വാങ്ങി ഉപയോഗിച്ചത് എവിടത്തുകാരനാണ്? കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയാൽ ഉപയോഗിച്ച ഇത്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ടിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ് എടുക്കും. ബാക്കി 5 രൂപ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ പാർട്ടിയാണോ ഇത് വാങ്ങി ഉപയോഗിച്ചേക്കുന്നത് ആ സ്റ്റേറ്റിന് വീതം വെച്ച് കൊടുക്കും. അപ്പോൾ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് എന്താണ്, ഈ 5 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഇതുകൂടാതെ എന്താണ്, GSTയിൽ ടാക്സ് പേയേഴ്സ് വരുത്തുന്ന ടാക്സ് അടയ്ക്കുന്നില്ല എങ്കിൽ
ഓക്കെ. ഇനി ഇത് കൂടാതെ എന്തൊക്കെ തരത്തിലുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്വന്തമാക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് 10 രൂപ ടാക്സ് അടച്ചു. ഞാൻ സെയിൽ വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 15 രൂപ ടാക്സ് കളക്ട് ചെയ്തു. പക്ഷേ ഈ 10 രൂപ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്നത് കുറവും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നത് കൂടുതലുമാണ്. 5 രൂപ ടാക്സ് എമൗണ്ട് വീണ്ടും ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണ്ടേ? ഇത് ഞാനിങ്ങനെ അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിഴ ചുമത്തും. അതുപോലെ തന്നെ എന്താണ്, പലിശയും ഉണ്ടാകും. ഈ തരത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് എന്തെങ്കിലും ഈ ചുമത്തുന്ന പലിശയും പിഴയും സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരപ്പെട്ട ഒരു കാര്യമാണ്. ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആർക്ക് അധികാരമാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരപ്പെട്ട കാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ രീതിയിലുള്ള ഏതൊരു ഫണ്ടും ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റീഫണ്ട് ഓഫ് IGST ടു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ബിസിനസ്സുകാരും വരാറുണ്ട്. ഓക്കെ, അവർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പല രീതിയിലുള്ള ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുന്നു. നോർമലി ഈ ഗുഡ്സും സർവീസും എന്ന് പറയുന്നത് ഏതിൻ്റെ പരിധിയിലുള്ളതാണ്? ടാക്സിൻ്റെ പരിധിയിലുള്ള ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ വിദേശികൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിനും സർവീസിനും എന്തടക്കേണ്ടി വരും? ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടക്കേണ്ടതായിട്ട് വരും. എന്നാൽ വിദേശികളുടെ കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 6 മാസത്തിൽ താഴെയുള്ള വിദേശികളാണ് എങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടാക്സ് എമൗണ്ട് എന്നാണോ ഈ 6 മാസത്തിൽ താഴെയുള്ള ഡേറ്റിൽ അവർ തിരിച്ചു പോകുന്നത്, അന്നേരം ഗവൺമെൻറ്റെയും അത് റീഫണ്ടായിട്ട് ഗുഡ്സിൻ്റെ വിലയിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ വിലയോടൊപ്പം അടക്കേണ്ടി വന്നിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഓരോ ടൂറിസ്റ്റുകൾക്കും ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ റേറ്റഡ് സപ്ലൈ. എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. GSTയുടെ അകത്ത് എക്സ്പോർട്ടിനും, അതായത് GSTയിൽ ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്പെസിഫിക് എക്കണോമിക് സോണിലേക്ക് അവർ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴുമാണ് ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ സീറോ റേറ്റഡ് GST റേറ്റ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീറോ റേറ്റഡ് ആയിരിക്കും GST ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഗുഡ്സുകളിന് ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ വയ്ക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് സീറോ റേറ്റഡ് സപ്ലൈ നടത്തുന്ന ബിസിനസ്സുകാർക്ക് അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോഴും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപേക്ഷ വയ്ക്കാം. ഈ സെയിൽ ചെയ്യുമ്പോഴും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യാമെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ GST ലോടകത്ത് ഒരു നിയമം അവർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് 2 രീതിയിലുള്ള ഓപ്ഷനാണ് സീറോ റേറ്റഡ് സപ്ലൈസിനുള്ളത്. ഒന്നുകിൽ അവർ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോഴോ അവർ ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പേ ചെയ്യുന്നതിന് പകരം അതിന് തുല്യമായ ഒരു ബോണ്ട് എമൗണ്ട് ഗവൺമെൻറ്റിന് കെട്ടിവെക്കുന്നു. ഇനി അതിനുശേഷം എപ്പോഴാണ് ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ടത്, ആ സന്ദർഭത്തിൽ ഈ ടാക്സ് എമൗണ്ട് തുല്യമായി കെട്ടിവെച്ചിരിക്കുന്ന ഈ ബോണ്ട് അവർക്ക് പിൻവലിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പർച്ചേസ് സപ്ലൈ നടത്തുമ്പോൾ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് തന്നെ അടയ്ക്കുന്നു. ഡയറക്റ്റ് എമൗണ്ട് ടാക്സ് ആയിട്ട് തന്നെ അടയ്ക്കുന്നു. അതിനുശേഷം ഏത് സന്ദർഭത്തിലാണ് ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ട സന്ദർഭം ഉണ്ടാകുന്നത്, ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാം. ഈ 2 രീതിയിലാണ് നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈസിന് ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ലെവി ഓഫ് IGST ആൻഡ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ചരക്കുകളുടെ സേവനങ്ങളുടെയും അന്തർ സംസ്ഥാന വിതരണം നിരീക്ഷിക്കുന്നതിനും അത്തരത്തിൽ ഇടപാടുകൾ നികുതി ഈടാക്കുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് ഇൻ്റഗ്രേറ്റഡ് IGST എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ട്രേഡോ ഏതെങ്കിലും തരത്തിൽ സപ്ലൈ നടക്കുമ്പോൾ ആ വഴി കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുകയും അതിനുശേഷം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണോ അല്ലെങ്കിൽ ഏതൊക്കെ പെട്ട യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിനാണോ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയുള്ളത്, അത് ശരിയായ രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് അത് വീതം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ലെവി ഓഫ് IGST ആൻഡ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംവിധാനം വഴി ഗവൺമെൻറ് മറ്റൊരു കാര്യം ഉറപ്പുവരുത്തുന്നു.
ഇങ്ങനെ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൊരു മാനുഫാക്ചറാണ് ഞാനെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ എനിക്ക് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വേണ്ട റോ മെറ്റീരിയൽസ് തമിഴ്നാട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് ഞാൻ ഗവൺമെൻറ്റിലേക്ക് എന്തടയ്ക്കുന്നു, ഞാൻ ഗവൺമെൻറ്റിൽ സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വില കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, അതുവഴി സപ്ലയറുടെ ഗുഡ്സിൻ്റെ വില ആ സപ്ലയർ എനിക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ സപ്ലയറുടെ കയ്യിൽ ഞാൻ എന്ത് കൊടുക്കുന്നു, ടാക്സ് എമൗണ്ട് കൊടുക്കുന്നു. അത് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലുന്നു ആണല്ലോ. ഇത് പർച്ചേസ് വഴിയാണ് ഞാൻ ഈ ഒരു ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, IGST ആയിരിക്കും. അത് സെൻട്രൽ ഗവൺമെൻറ് കൈകളിൽ എത്തിയിട്ടുണ്ടാകും. പിന്നീട് ഈ കാര്യം ഞാൻ ഈ മാനുഫാക്ചർ കേരളത്തിൽ ബിസിനസ്സുകാരനായി ഞാൻ ഈ ഗുഡ്സ് സെയിൽ ചെയ്യുകയും അതുവഴി എന്താണ് ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ടാക്സ് എമൗണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് ഈ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. വാസ്തവത്തിൽ ഈ അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടത് ഏത് സ്റ്റേറ്റിനാണോ, ഏത് സ്റ്റേറ്റിന് ഇത് അർഹതപ്പെട്ടത്, ഈ ഗുഡ്സ് വാങ്ങി ഉപയോഗിച്ച സ്റ്റേറ്റിനാണ് അർഹതപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൽ നിശ്ചിത പോർഷൻ ഏത് സ്റ്റേറ്റിനാണോ അർഹതപ്പെട്ടത് ആ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അർഹതപ്പെട്ട സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്, കേരളമാണ്. അത് കേരളത്തിൻ്റെ കൈകളിലേക്ക് ശരിയായ രീതിയിൽ വീതം വെച്ച് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഏതൊരു യൂണിയൻ അതോറിറ്റി ആയിക്കോട്ടെ, ഏതെങ്കിലും സ്റ്റേറ്റും ആയിക്കോട്ടെ, അവർക്ക് അർഹതപ്പെട്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവരുടെ അധികാരത്തിന് അവരുടെ റൈറ്റ് അനുസരിച്ച് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ടും ക്ലിയർ ആയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് യൂട്ടിലൈസേഷൻ ഓഫ് IGST ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്കുള്ള ഏതൊരു അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഞാൻ ആ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻപുട്ട് IGST ആണ്. ഓക്കെ. എന്നിട്ട് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഗുഡ്സ് ഞാൻ കേരളത്തിലെ 2 കസ്റ്റമേഴ്സിന് വിറ്റു, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കസ്റ്റമേഴ്സിന് വിറ്റു. സോ ഇവിടെ സംഭവിച്ചേക്കുന്ന കാര്യം എന്താണ്, ഹോം സ്റ്റേറ്റ് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസാണ് നടന്നേക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചേക്കുന്നത്, ഹോം സ്റ്റേറ്റ് സെയിലാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിലെ കസ്റ്റമേഴ്സിന് വിറ്റപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, CGST SGSTയുമാണ്. അതായത് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയുമാണ്. ഞാൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് IGST ആണ്. അപ്പോൾ എനിക്ക് ഇൻപുട്ട് IGST അക്കൗണ്ടിൽ എന്തുണ്ട്, പൈസ കിടക്കുന്നുണ്ട് ഇല്ലേ. ഇത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയുമായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു ടാക്സ് പേയറുടെ IGST അക്കൗണ്ടിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഏതൊരു ടാക്സുമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് IGST ക്രെഡിറ്റ് എന്തുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 4 ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഏകദേശം തീർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.